ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങൾ സമ്മതമാകട്ടെ. ഒരുപാട് ഉൾമുറിവുകളുള്ള മനുഷ്യരൊക്കെ തന്നെയെന്ന ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഒരുപാട് വേദനകൾ നാം മറ്റുള്ളവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും. സ്വന്തം അമ്മയുടെ ഉദരത്തിലായിരിക്കെ തന്നെ ഉൾമുറിവ് ലഭിച്ചിട്ടുള്ളവരുണ്ട്. വീട്ടിലായിരിക്കെ, പഠനശാലയിലായിരിക്കെ, ജോലിശാലയിലായിരിക്കെ, എവിടെയും നമുക്ക് തിക്താനുഭവം കിട്ടും. അങ്ങനെ ആന്തരികമായി മുറിവുള്ളവർ, കാലത്തിന് മായ്ക്കാനാകാത്ത ഈ മുറിവിൻ്റെ പേര പക. പകയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നിന്നു പോകും. അതുകൊണ്ട് ഒരാന്തരിക സൗഖ്യത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഓർക്കുക, ഒരു ദിവസം ഒരുച്ച സമയത്ത് കാണാൻ വന്ന ഒരമ്മ അലക്ഷ്യമായി വസ്ത്രം ധരിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ കടന്നു വന്നതാണ്. മുഖം കണ്ടാലറിയാം ആരോട് എന്തൊക്കെയോ വിരോധമൊക്കെ തിളഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. വന്ന ഉടനെ പറഞ്ഞു, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന്. ആ സമയത്ത് അധികം പ്രോഗ്രാമൊന്നും ഇല്ലാത്തത് കൊണ്ട് കേൾക്കാനായി ഞാനിരുന്നു. അപ്പോൾ അമ്മ പറയാനും ആരംഭിച്ചു, എനിക്കെല്ലാവരോടും വെറുപ്പാണ്, വിരോധമാണ്. എൻ്റെ ഭർത്താവിനോട് എന്തെന്നില്ലാത്ത കലിയാണ്. കാരണം അത്രമാത്രം മുറിവുകൾ എനിക്ക് എൻ്റെ ഭർത്താവിന് കിട്ടിയിട്ടുണ്ട്. കെട്ടിവന്ന നാൾ മുതൽ എന്നെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു, ഉപദ്രവിക്കുന്നു, എന്നും മദ്യപിച്ച് വരുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞു ഏതോ മോശപ്പെട്ട ബന്ധമുണ്ടെന്ന്. ചോദിച്ചതിന് എൻ്റെ മുഖത്താഞ്ഞടിച്ചിട്ട് അയാൾ പറഞ്ഞു, എനിക്കൊന്നല്ല രണ്ടുണ്ട്, എന്താ കുഴപ്പമെന്ന്, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഉള്ളിൽ എനിക്ക് വൈരാഗ്യമാണ്, വെറുപ്പാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മ ക്ഷമിക്ക്, ഒരാന്തരിക സൗഖ്യത്തിന് വേണ്ടി. ഇങ്ങനെ ഞാൻ പറയുമെന്ന് അമ്മ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് വീണ്ടും കേൾക്കാത്ത വിധത്തിൽ ഭർത്താവിൻ്റെ ദോഷവശങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ ആരംഭിച്ചു. കൂടുതൽ മോശപ്പെട്ട കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ തടഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു, ക്ഷമിക്ക്, എങ്കിൽ അമ്മയ്ക്കൊരു സൗഖ്യം കിട്ടും. അപ്പോൾ അല്പം ദേഷ്യത്തോടു കൂടി അമ്മ പറഞ്ഞു, അച്ഛനിങ്ങനെ ക്ഷമയെക്കുറിച്ച് പറയാനും പ്രസംഗിക്കാനും പറ്റും, പക്ഷെ അനുഭവിക്കുന്നത് സഹിക്കുന്നത് ഞാനാ, എനിക്ക് പൊറുക്കാനാകില്ല. ഇതുപോലെ പലരും പറയാറുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന്. എന്നെ വഞ്ചിച്ച് മറ്റൊരു പുരുഷൻ്റെ പിന്നാലെ പോയ ഭാര്യയോട് എനിക്കെങ്ങനെയാണ് ക്ഷമിക്കാനാകുക എന്ന് പലരും ചോദിച്ചിട്ടില്ലേ? ഞാൻ ജോലി കൊടുത്ത് എൻ്റെ കൂട്ടുകാരൻ പതിയെ എന്നെ വഞ്ചിച്ച് എൻ്റെ ജോലി കളയുമ്പോൾ അവനോടുള്ള വിരോധം എനിക്കെങ്ങനെ പൊറുക്കാനാകുക? എൻ്റെ സ്വത്ത് കൈവശമാക്കി കവർന്നെടുത്ത് പോയവനോട് എങ്ങനെയാണ് എനിക്ക് ക്ഷമിക്കാനാകുക? എൻ്റെ മകൾ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ആ ചെറുപ്പക്കാരനോട് എനിക്ക് എങ്ങനെയാണ് ക്ഷമിക്കാനാകുക? എൻ്റെ മകന് മദ്യത്തിൻ്റെ ദുശ്ശീലം കൊടുത്ത് മയക്കുമെന്ന് അടിമയാക്കിയ കൂട്ടുകാരോട് എനിക്കെങ്ങനെയാണ് ക്ഷമിക്കാനാകുക? നിരന്തരം പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരോട് പറയാൻ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, ക്ഷമിക്കണം. ക്ഷമിക്കൂ എന്നതൊരു ക്രൈസ്തവ പുണ്യമാണ്. നമ്മുടെ ആന്തരിക മുറിവ് സൗഖ്യപ്പെടുത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഔഷധമാണ് ക്ഷമ. ക്രൈസ്തവ പുണ്യമായതുകൊണ്ട് തന്നെ ക്രിസ്തു പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടില്ല. നിങ്ങൾ കുറ്റം ആരോപിക്കരുത്, നിങ്ങളിൽ കുറ്റം ആരോപിക്കപ്പെടില്ല. ക്ഷമിക്കുക, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. ആ ക്രിസ്തുവല്ലേ കാൽവരിയിൽ അവനെ മുറിപ്പെടുത്തിയവരുടെ മുമ്പിൽ സ്നേഹത്തോടെ പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അതെ, ഒരുപാട് ദുർബലമായ മനുഷ്യർ നമ്മെ വേദനിപ്പിക്കുന്നതാവും, ആന്തരികമായി മുറിവ് തരുന്നുണ്ടാകാം. എങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാനേ പറ്റൂ. ഓർക്കുക,
യഹൂദരായ ഒരു കുടുംബം ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി ക്രൈസ്തവരായി. ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് ഒരു നാസി പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരിക. സംസാരത്തിന് ഇടയിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ ആ പോലീസുകാരനോട് ചോദിച്ചു, കഴിഞ്ഞ 6 മാസം കൊണ്ട് നിങ്ങൾ എത്ര യഹൂദരെ കൊന്നു? ഒരു കൂസലുമില്ലാതെ അയാൾ പറഞ്ഞു, 25,000 പേരെങ്കിലും കൊന്നിട്ടുണ്ടാകും. അത് കേട്ട് സങ്കടത്തോടെ ആ മനുഷ്യൻ പോലീസുകാരനോട് ചോദിച്ചു, എപ്പോഴെങ്കിലും നിങ്ങൾക്കതിനെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? നല്ലൊരു പരിഹാസത്തോടെ ആ പോലീസുകാരൻ പറഞ്ഞു, ക്ഷമയോ? അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ദൈവമോ അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഗൃഹനാഥൻ പതി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ക്ഷമയെന്ന ഒന്നുണ്ട്, ദൈവമെന്ന ഒന്നുണ്ട്. അതറിയണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ വിളിക്കാം. അവൾ അടുത്ത മുറിയിൽ ഉറങ്ങുകയാണ്. നമ്മുടെ സംസാരം അവൾ കേട്ടിട്ടില്ല. പറയുകയും വേണ്ട, എങ്കിലും ഞാൻ അവളെ വിളിക്കുക. പതിയെ ആ മുറിയുടെ വാതിൽ കൊട്ടി. ഭാര്യ ഉറക്കുന്നതും ഉണർന്നു, വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അവൾ ആ മനുഷ്യൻ ആ പോലീസുകാരനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രിയ സബീന, ഇയാളാണ് നിൻ്റെ അപ്പനെ കൊന്നത്, നിൻ്റെ അമ്മയെ കൊന്നത്, നിൻ്റെ 3 സഹോദരങ്ങളെ കൊന്നത്, നിൻ്റെ 2 സഹോദരികളെ കൊന്നത്. നല്ലൊരു നിശബ്ദതയ്ക്ക് ശേഷം സബീന പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, എൻ്റെ ദൈവവും നിന്നോട് ക്ഷമിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി ക്രൈസ്തവ സഭയിലേക്ക് വന്ന് അവർക്ക് ക്ഷമിക്കാനേ ആകൂ എന്ന് കണ്ടപ്പോൾ ആ പടയാളി, ആ പോലീസ് ഉദ്യോഗസ്ഥൻ മുട്ടുമേ നിന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ക്ഷമ എന്താണെന്ന്. നിങ്ങൾ എന്നോട് ക്ഷമിച്ചതിന് നന്ദി. പ്രാർത്ഥിക്കണം ദൈവം എന്നോടും ക്ഷമിക്കാൻ. അതെ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്കുള്ളിലുണ്ടെങ്കിൽ ആരൊക്കെ എങ്ങനെ നമ്മെ മുറിപ്പെടുത്തിയാലും ക്ഷമിക്കാനേ നമുക്കാകും. ക്ഷമിക്കണം, അത് ക്രൈസ്തവ പുണ്യമാണ്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് വിരോധവും വൈരാഗ്യമൊക്കെ വരാൻ കാരണം വെറും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലായിരിക്കാം. ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് വീണ്ടും വിചാരത്തോട് ചിന്തിച്ചാൽ തീരാവുന്ന പ്രയാസങ്ങളേ ഉള്ളൂ. ഓർക്കുകയാ, ഒരു ബിസിനസ്സുകാരന് 2 മക്കളുണ്ടായിരുന്നു, ട്വിൻസ. അയാളുടെ സ്ഥാപനത്തിൽ എന്നും ഈ കുട്ടികൾ വന്ന് സഹായിക്കും. അവരുടെ ആത്മാർത്ഥതയും സ്നേഹവും കണ്ടിട്ട് അയൽവാസികൾ പറയും, ഈ സഹോദരങ്ങളെ കണ്ട് പഠിക്കണമെന്ന്. കാലങ്ങൾ കഴിഞ്ഞു, ആ ബിസിനസ്സുകാരൻ മരിച്ചു. ഈ കട നോക്കി നടത്തിയത് മക്കളാണ്. ഒരു ദിവസം തിരക്കിനിടയിൽ ഈ മൂത്ത സഹോദരനെ കാണാൻ ഒരു കൂട്ടുകാരൻ വന്നു. അവന് സംസാരിച്ചു, എന്തോ സാധനം വാങ്ങിച്ചു. ആ 100 രൂപ കിട്ടിയത് മേശപ്പുറത്ത് വെച്ചിട്ട് ആ കൂട്ടുകാരനോട് സംസാരിക്കാൻ കടയ്ക്ക് പുറത്ത് വന്നു ആ മൂത്തയാൾ. കുറേ നേരം സംസാരിച്ചു. പിന്നെ പതിയെ തിരിച്ചു വന്നു. നോക്കിയപ്പോൾ മേശപ്പുറത്ത് ആ 100 രൂപ കാണാനില്ല. തൊട്ടടുത്ത് അനുജൻ കിടന്നുറങ്ങിയ, കടയിൽ ആരുമില്ല. ഇവൻ ചോദിച്ചു, മേശയിലുണ്ടായിരുന്ന ആ 100 രൂപ എന്തേന്ന്? ഉറക്കുന്നുണർന്ന അനുജൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല എന്ന്. ചേട്ടന് ദേഷ്യമായി, ഈ 100 രൂപ ആരും എടുക്കാനായിട്ട് ഇവിടെ ആരുമില്ല, നീ എടുത്തിട്ടുണ്ടാകുള്ളൂ. തന്നെ തെറ്റിദ്ധരിക്കുന്നത് കണ്ട് അനുജൻ എന്തെന്നില്ലാതെ ദേഷ്യമായി. പതിയെ അവർക്കിടയിൽ വാക്തർക്കമായി, പകയായി, വിരോധമായി. പതിയെ അവിടെ ഈ വൈരാഗ്യം അവരുടെ കുടുംബങ്ങളിലേക്ക് പടർന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഈ കട ഒന്നിച്ച് നടത്താൻ പറ്റില്ല എന്ന്. അങ്ങനെ ആ കട 2ആയിട്ട് മുറിച്ചു. സെൻട്രലൊരു ഭിത്തി പണിത് 2 കടയായി. അവരുടെ ജീവിതം വിഭജിക്കപ്പെട്ടതുപോലെ. അങ്ങനെ 20 വർഷം കഴിഞ്ഞു. ഒരു ദിവസം അനിയൻ്റെ കടയുടെ മുമ്പിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കാർ നിർത്തി കടന്നു വന്നിട്ട് ചോദിച്ചു, നിൻ്റെ കട എത്ര നാളായി നിങ്ങൾ നടത്തുകയാണ്? 20-25 വർഷമായെന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഒരു ദിവസം എൻ്റെ വീടിൻ്റെ സാമ്പത്തിക പ്രതിബദ്ധതയിൽ നിരാശപ്പെട്ട് ഞാനിതിലൂടെ കടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ കടയുടെ പിന്നിലെ വാതിൽ കണ്ട് വെറുതെ ഉള്ളിലേക്ക് കയറിയതാണ്. നോക്കിയപ്പോൾ മേശപ്പുറത്ത് ഒരു 100 രൂപ ഇരിക്കുന്നത് കണ്ടു. തൊട്ടടുത്ത് ആരോ കിടന്നുറങ്ങുന്നതും കണ്ടു. ആ 100 രൂപ എടുത്തുകൊണ്ട് ഞാൻ പോയി ഭക്ഷണം വാങ്ങി എൻ്റെ മക്കൾക്ക് കൊടുത്തു. പതിയെ സാമ്പത്തികമായിട്ട് ഞാൻ വളർന്ന് എനിക്ക് സമ്പത്ത് ഒരുപാടുണ്ടായി. പക്ഷെ എപ്പോഴേക്ക് 100 രൂപ കാണുന്നുവോ അപ്പോൾ ഞാൻ ഓർക്കും ഈ മോഷണം. അത് ഈ വാർദ്ധക്യത്തിൽ വന്ന കുറ്റം
ഏറ്റു പറയാൻ വേണ്ടി വന്നതാ. അത് കേട്ടത് മനയൻ്റെ കണ്ണ് നിറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞത് തൊട്ടടുത്തുള്ള എൻ്റെ ചേട്ടനോടും കൂടി പറയുമോ എന്ന്. അവൾ തന്നെ അപ്പുറത്തേക്ക് ചെന്നു തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അപജയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ചേട്ടനും മനസ്സിലായത് ഈ 100 മോഷ്ടിച്ചത് അനുജനല്ല എന്ന്. വെറും നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ അവർക്കിട്ട് വിഭജനത്തിൻ്റെ പകയുടെ ഭിത്തി വളർന്നു 20 വർഷത്തോളം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് തന്നെയാണ്. പക നമ്മുടെ ആദിമ നന്മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തും, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തും, സഹോദരങ്ങൾക്കുള്ള അടുപ്പം നഷ്ടപ്പെടുത്തും, നമുക്കുള്ളിലുള്ള സ്വസ്ഥത പോലും നഷ്ടപ്പെടുത്തും. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പകയും വിരോധവും എടുത്ത് മാറ്റാൻ. അതുകൊണ്ടല്ലേ ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതയിലാകാൻ. അതെ, ബലിയല്ല, പ്രാർത്ഥനയല്ല, വിരോധമാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന കുറേ കൂടി ക്ഷമിക്കുന്ന നല്ലൊരു ഹൃദയത്തോടു കൂടി നാം ജീവിക്കാൻ. കാരണം ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിരന്തരമായ കൃപകളാണ് നമ്മൾ വർഷിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് എന്നിട്ടും ക്ഷമിക്കാൻ പറ്റാത്തത്? ഒരു സത്യം നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ദൈവം എന്തുമാത്രം നമ്മോട് ക്ഷമിച്ചു എന്ന സത്യം നാം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് നിസ്സാരമായ കാര്യങ്ങളുടെ പേര് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എത്ര വട്ടം ക്ഷമിക്കണം, 7 പ്രാവശ്യമോ എന്ന്. യേശു പറഞ്ഞു, 7 70 പ്രാവശ്യമെന്ന്, അനന്തമെന്ന്. അതിനുശേഷം യേശു അവനോട് പറയുന്നൊരു ഉപമയുണ്ട്. ഒരു യജമാനനോട് 10,000 താലന്ത് കടമുണ്ടായിരുന്നൊരു ഭൃത്യൻ വന്ന് കരഞ്ഞ് ഏറ്റു പറഞ്ഞപ്പോൾ അലിവ് തോന്നിയ ആ യജമാനൻ അവനത് ഇളവ് ചെയ്തു കൊടുത്തു. ആ സന്തോഷത്തിൽ ഇറങ്ങിപ്പോയ ആ ഭൃത്യൻ സ്വന്തം സഹഭൃത്യനെ കണ്ടപ്പോൾ അവന് 100 ദനാറ കടമുണ്ടായതിൻ്റെ പേരിൽ ക്ഷമിക്കുകയോ പൊറുക്കുകയോ ചെയ്യാതെ അവനെ ദ്രോഹിക്കുന്നു, തടവറയിൽ പാർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ യജമാനൻ അവനെ വിളിപ്പിച്ചിട്ട് പറയുന്നില്ലേ, എത്രമാത്രം കരുണയോടുകൂടിയാണ് ഞാൻ നിന്നോട് ഇടപെട്ടത്, നിനക്ക് ഇളവ് ചെയ്ത് തന്നത്, എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ആ കരുണ നിൻ്റെ സഹോദരനോട് കാണിക്കാതെ പോയത്? ഒടുവിൽ ഉപമ അവസാനിപ്പിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ഇതുപോലെ ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും ഇതുപോലെ നിന്നോട് പെരുമാറുമെന്ന്. അതെ, ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ, ഇനിയുള്ള ജീവിതം വരെ നാം ചെയ്യുന്ന എത്രയെത്ര തെറ്റുകളാണ്, ഇടർച്ചകളാണ് ദൈവം ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിസ്സാരമായ ചെയ്തികളുടെ പേരിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാൻ കഴിയാത്തത്? ഒരു കുമ്പസാരക്കുട്ടിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു. പുരോഹിതനോട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മ്ലേച്ഛതകളെയും ഏറ്റു പറയുന്നു. സ്നേഹത്തോടെ ആ പുരോഹിതൻ നിങ്ങളോട് ക്ഷമിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് കാണിച്ച ചെറിയ അവഗണന പോലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതെ, ക്ഷമ ഒരു ക്രൈസ്തവ പുണ്യമാണ്. എത്രയൊക്കെ മുറിവേൽപ്പിച്ചാലും ക്ഷമിക്കാനുള്ള നന്മ നാം ആർജിച്ചെടുക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നാം മറ്റുള്ളവരെ വിധിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. അത് ദൈവത്തിൻ്റെ അധികാര പരിധിയാണ്. അവൻ്റെ അധികാരത്തിൽ നമ്മൾ എന്തിനാണ് കൈയിടുന്നത്? ദാവീദിന് അറിഞ്ഞുകൂടെ, സാവൂൾ എന്ന മനുഷ്യൻ അവനൊരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. നന്മ മാത്രം ചെയ്തിട്ടും അവൻ അപായപ്പെടുത്തുവാൻ വേണ്ടി പിന്നാലെ പോകുന്നുണ്ട്. ദാവീദ് ഓടി ഒളിക്കുകയാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ. എന്നാൽ പിന്നീട് എപ്പോഴോ ഈ സാവൂളിനെ വധിക്കുവാനായിട്ട് അവസരം കിട്ടിയപ്പോൾ സ്വന്തം അനുചരന്മാർ ദാവീദിനോട് പറയുന്നുണ്ട്, ദൈവം ഇട്ട് തന്ന കൊല്ലാൻ. പക്ഷേ ദാവീദ് പറഞ്ഞത് എന്താ? ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മേൽ കൈവച്ച് ഞാൻ പാപം ചെയ്യില്ല. ദൈവത്തിന് വിട്ടുകൊടുത്തു. തന്നെ മുറിവേൽപ്പിച്ച, തന്നെ കൊല്ലാൻ പുറകെ നടന്ന സാവൂളിനോട് ക്ഷമിച്ചവനാ ദാവീദ്. നമുക്കും കഴിയണം. ക്ഷമിച്ചാൽ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ രൂപപ്പെടുന്നത്. കാൽവരിയിൽ വേദനയുടെ നടുവിൽ കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു തന്നെ മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി ക്ഷമിച്ചപ്പോഴാണ് ആ ക്ഷമയിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ മാനവരാശിയിലേക്ക് വർഷിച്ചത്. നാം ക്ഷമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നത് ക്രിസ്തു തന്നെയാണ്. ഒന്നോർത്ത് നോക്കുക, പഴയ നിയമത്തിലെ ജോസഫ്, അവൻ്റെ സഹോദരങ്ങൾ അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, പൊട്ടക്കിണറ്റ് തള്ളിയിടുന്നുണ്ട്, ഇസ്മയേൽ ഗോത്രക്കാർക്ക് വിൽക്കുന്നുണ്ട്, ഈജിപ്തിൽ അവൻ അടിമവേല ചെയ്യുന്നുണ്ട്, തടവറയിൽ കഴിയുന്നുണ്ട്. സ്വന്തം സഹോദരങ്ങൾ
നയിച്ച സഹനത്തിൻ്റെ വഴിയിലൂടെയാണ് ആ മനുഷ്യൻ കടന്നു പോയത്. എന്നിട്ടും അവൻ ആ ഈജിപ്തിൽ അധിപനായിട്ട് മാറിയപ്പോൾ സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിച്ചില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോട് തിന്മ പ്രവർത്തിച്ചു, എന്നാൽ ദൈവം അത് നന്മയാക്കി മാറ്റി. അതെ, എല്ലാ സങ്കടങ്ങൾക്കും പിന്നിൽ ദൈവത്തിൻ്റെ നന്മ കണ്ടവൻ്റെ പേരാ ജോസഫ്. ഒന്ന് ഓർത്തു നോക്കുക. യാക്കോബ് എന്ന മനുഷ്യൻ സ്വന്തം മൂത്ത സഹോദരൻ യേസാവിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അവൻ്റെ ജന്മാവകാശം പോലും കബളിപ്പിച്ച് സ്വന്തമാക്കുന്നുണ്ട്. അവസാനം മരിക്കുന്ന നിമിഷത്ത് സ്വന്തം പിതാവിൻ്റെ കൃപകൾ പോലും അവകാശപ്പെട്ടത് യേസാവിനായിരുന്നിട്ട് പോലും അതും കവർന്നെടുത്തുകൊണ്ടാണ് പോയത്. ഒടുവിൽ യേസാവിന് മുമ്പിലേക്ക് അവൻ കടന്നു വരുന്നുണ്ട്, തൻ്റെ ഭാര്യമാരും മക്കളും സമ്പത്തുമൊക്കെ ആയിട്ട്. യേസാവിന് മുമ്പിൽ കടന്നു വന്നപ്പോൾ തന്നോടുള്ള പക കൊണ്ട് തന്നെ വധിക്കുമെന്ന ഭയം പോലും യാക്കോബിനുണ്ടായിരുന്നു. എന്നാൽ യേസാവ് എന്താ ചെയ്തത്? ക്ഷമിച്ചുകൊണ്ട് അവനോട് സ്നേഹത്തോട് ഇടപെട്ടു. അത് കണ്ടിട്ട് യാക്കോബ് പറഞ്ഞു, നിന്റെ മുഖം കണ്ട ദൈവത്തിൻ്റെ മുഖം പോലെയാ, അത്രമാത്രം ക്ഷമയോടെയാ നീ എന്നെ സ്വീകരിച്ചത്. നാം ക്ഷമിക്കുമ്പോൾ നാം ക്രിസ്തു സദൃശരാകും. നമ്മുടെ ഉള്ളിൽ അവൻ്റെ രൂപം രൂപപ്പെടും. ഞാൻ ഓർക്കുകയാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒരു ജീവിതം. അദ്ദേഹം വരച്ച മനോഹരമായ ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ, അന്ത്യത്താഴം. അത് വരക്കാൻ ആരംഭിച്ചപ്പോൾ ഈ ഡാവിഞ്ചിക്ക് സ്വന്തം കൂട്ടുകാരനോട് എന്തെന്നില്ലാത്തൊരു വിരോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചിത്രത്തിൽ യൂദാസിൻ്റെ മുഖം തൻ്റെ കൂട്ടുകാരൻ്റെ മുഖസദൃശമായിട്ട് വരച്ചു. കാലങ്ങൾ കഴിയുമ്പോൾ ഈ ചിത്രം ശ്രദ്ധിക്കപ്പെടുമ്പോൾ ആ മുഖം കണ്ട് സ്വന്തം കൂട്ടുകാരൻ നിന്ദിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നീട് അവൻ യേശുവിൻ്റെ മുഖം വരക്കാൻ ആരംഭിച്ചു. ഒരുപാട് മനോഹരമായ യേശുവിൻ്റെ പടങ്ങൾ വരച്ചിട്ടുള്ള ഒരാളാണ് ഡാവിഞ്ചി. എന്നാൽ ഈ അന്ത്യത്താഴത്ത് യേശുവിൻ്റെ മുഖം വരക്കാൻ ആരംഭിച്ചപ്പോൾ ആ മുഖത്ത് കരുണ മാത്രം രൂപപ്പെടുന്നില്ല, എന്തൊക്കെയോ കുറവ്. പലവട്ടം വീണ്ടും വീണ്ടും വരക്കാൻ ആരംഭിച്ചു. എന്നിട്ടും ആ സൗന്ദര്യം തുളുമ്പുന്ന കരുണ തുളുമ്പുന്ന മുഖം മാത്രം രൂപപ്പെടുന്നില്ല. നിസ്സഹായനായി സങ്കടത്തോടെ ലിയനാർഡോ ഡാവിഞ്ചി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തു പറ്റി? എൻ്റെ ഈ കഴിവ് എവിടെ എനിക്ക് നഷ്ടപ്പെട്ടു? അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ പെട്ടെന്ന് ഉള്ളിലൊരു വെളിച്ചം കിട്ടിയത്. അന്ത്യത്താഴ ചിത്രത്തിൽ യൂദാസിൻ്റെ മുഖം എൻ്റെ കൂട്ടുകാരൻ്റെ പകയുടെ മുഖമാണ്. ഉടനെ തിരിച്ചു പോയി ആ മുഖം മായ്ച്ചു, മറ്റൊരു മുഖം വരച്ചു. പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖം വരക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഏറ്റവും തെളിമയുള്ള സൗന്ദര്യമുള്ള കരുണ തുളുമ്പുന്ന യേശുവിൻ്റെ മുഖം അവിടെ രൂപപ്പെട്ടത്. നമ്മളും നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ രൂപപ്പെടുത്താൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുക ഈ ആത്മീയ ജീവിതത്തിൽ. അപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു വിരോധത്തിൻ്റെ മുഖമുണ്ടെങ്കിൽ എങ്ങനെയാണ് യേശുവിൻ്റെ രൂപം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുക? അതിനാൽ മായ്ച്ചു കളയുക. ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമോ പകയുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് ക്ഷമ കൊണ്ട് അതിനെ മായ്ച്ചു കളയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ് ക്രിസ്തുവിൻ്റെ രൂപം. ഓർക്കുകയാണ് ജോൺ ഗിൽബർട്ട് അവൻ്റെ സഹോദരൻ്റെ ഘാതകനോട് പൂർവാധികം ക്ഷമിച്ചൊരു വിശുദ്ധനാണ് ജോൺ ഗിൽബർട്ട്. മദ്യത്തിൻ്റെ ആസക്തിയിൽ സ്വന്തം സഹോദരൻ ഒരു കൂട്ടുകാരൻ കത്തിക്കൊണ്ട് വധിച്ചു. ജോലി സ്ഥലത്തായിരുന്ന ജോൺ ഗിൽബർട്ട് അതിനെക്കുറിച്ച് കേട്ട് ഓടി വന്നപ്പോഴേക്കും കൂട്ടുകാരൻ രക്ഷപ്പെട്ട് എവിടെയോ പോയി. സ്വന്തം സഹോദരൻ്റെ രക്തം വീണ ആ മണ്ണ് കയ്യിലെടുത്തിട്ട് ജോൺ ഗിൽബർട്ട് പതിഞ്ഞെടുക്കുന്നുണ്ട്, ആ കൂട്ടുകാരൻ ഞാൻ വധിക്കുമെന്ന്. എന്നിട്ട് കടാരയുമായിട്ട് അവരന്വേഷിച്ച് യാത്രയായി. എവിടെയും കൂട്ടുകാരനെ കണ്ടില്ല. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. ഒരു ദുഃഖ വെള്ളിയാഴ്ച ദേവാലയത്തിൽ ക്രൂശിതന് മുമ്പ് ജോൺ ഗിൽബർട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രൂശിതൻ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് പറയുന്നുണ്ട്, എന്നെ ക്രൂശിച്ചത് യഹൂദരൊന്നുമല്ല, നിൻ്റെ പകയ, നിൻ്റെ വിരോധമാണ്. അത് കേട്ടിട്ടും കേൾക്കാത്ത വിധം ജോൺ ഗിൽബർട്ട് പ്രാർത്ഥന അവസാനിപ്പിച്ച് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്തിത തൻ്റെ സഹോദരൻ്റെ ഘാതകൻ വന്നു നിൽക്കുന്നു. അവനെ വധിക്കുവാനായിട്ട് കത്തിയുമായിട്ട് ദേവാലയ പടവുകൾ ഇറങ്ങിയപ്പോൾ ഈ ജോൺ ഗിൽബർട്ടിനെ കണ്ട് ആ കൂട്ടുകാരൻ പെട്ടെന്ന് മുട്ടിമേ നിന്ന് കരങ്ങ് വിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതെ, ഞാനൊരു അപരാധം ചെയ്തു, അതിനുള്ള പരിഹാരമായിട്ട് ഞാൻ അലയുകയായിരുന്നു. ദൈവം എന്നോട് ക്ഷമിച്ചു, നീ എന്നെ വധിച്ചു കൊള്ളുക, പക്ഷെ അതിന് മുമ്പ് എന്നോട് പറയണം നീ എന്നോട് ക്ഷമിച്ചുവെന്ന്. ആ വാക്കുകൾ കേട്ട് ജോൺ ഗിൽബർട്ടിൻ്റെ കയ്യിൽ നിന്നും കടാര താഴെ പോയി. പതിയെ ആ സുഹൃത്തിനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാ
ജോൺ ഗിൽബർട്ട് പിന്നെ അനുദപിച്ച് വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയി ഒടുവിൽ വിശുദ്ധ ജോൺ ഗിൽബർട്ടായത്. പ്രിയമുള്ളവരെ, നമുക്കുമുണ്ടാകും ഒരുപാട് വിരോധം, വൈരാഗ്യം. പ്രിയപ്പെട്ടവരോടൊക്കെ ഒന്നോർത്തെടുക്കുക. ദൈവം നമ്മോട് ക്ഷമിച്ചില്ലേ? ദൈവത്തിൻ്റെ പുത്രൻ കാൽവരി നമ്മോട് ക്ഷമിച്ചില്ലേ? ആ ക്ഷമ നമ്മോട് പറയുന്നത് നമ്മളും ക്ഷമിക്കണമെന്നാണ്. എത്ര വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ നഷ്ടങ്ങൾ അവർ വരുത്തി വച്ചിട്ടുണ്ടെങ്കിലും ക്ഷമിക്കാനാകണം. ക്ഷമിക്കുമ്പോൾ സൗഖ്യപ്പെടുന്നത് അവരല്ല, നിങ്ങൾ തന്നെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ പൊറുക്കാതെ കാത്തു വച്ചിരിക്കുന്ന മുറിവുകൾ പകയായിട്ടുള്ളിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുക. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലായിരിക്കാം, എങ്കിലും അത് പൊറുക്കപ്പെടണം. ഓർക്കുന്നത് മുറിവുകൾ എന്ന ഒരു പുസ്തകമാണ്. എഴുതിയത് സൂര്യകൃഷ്ണമൂർത്തി എന്നൊരു എഴുത്തുകാരനാണ്. അതിലൊരു അനുഭവമുണ്ട്. ഒരു മുൻകോപിയായ പിതാവ്, അദ്ദേഹത്തിന് 2.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. പരസ്പരം നല്ല സ്നേഹമാണ്. ഒരു ദിവസം ഈ പിതാവ് ഒരു പുതിയ കാർ വാങ്ങി. അതിൻ്റെ സന്തോഷത്തിൽ ഈ മകനുമായി കാറിലിരുത്തി യാത്ര ആരംഭിച്ചു. പല വഴിയിലൂടെ യാത്ര ചെയ്തൊടുവിൽ ഒരു കടൽ തീരത്തെത്തി. മകനെ ആ കാറിലെത്തിയിട്ട് കടൽ കാണുവാൻ വേണ്ടി ഈ മനുഷ്യൻ തീരത്തൂടെ നടക്കുകയാണ്. കുറച്ച് നേരം നടന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഈ മകൻ കാറിന് പുറത്തിരിക്കുക. കല്ലുകൊണ്ട് പുതിയ കാറിൽ എന്തോ വരച്ചുകൊണ്ടിരിക്കുന്നു. സഹിക്കാൻ പറ്റിയില്ല. പിതാവ് മുൻകോപി ആയതുകൊണ്ട് ഈ കുഞ്ഞിനെ മാരകമായിട്ട് അടിക്കാൻ ആരംഭിച്ചു. കോപമടങ്ങാത്തതുകൊണ്ട് കാറിൽ നിന്ന് ലിവർ എടുത്ത് ആ കുഞ്ഞു കൈകളെ വാശിയോടെ അടിച്ചു. അടിയുടെ ബലത്തിൽ ആ കുഞ്ഞു മകൻ്റെ വലത്തെ കൈയിൽ 4 വിരലുകൾ അറ്റുപോയി. വേദന കൊണ്ട് കുഞ്ഞു മോഹാലസ്യപ്പെട്ട് വീണു. ഒന്നും ഗവനിക്കാതെ പിതാവ് ലിവർ വലിച്ചെറിഞ്ഞ് വീണ്ടും നടക്കാൻ പോയി. കുറേ നേരം കഴിഞ്ഞ് കോപമടഞ്ഞപ്പോഴാണ് അയാൾ തിരിച്ചു വന്നത്. പിന്നെ ഉടനെ മകനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴേക്കും വൈകിപ്പോയി. മകൻ്റെ കൈ ചേർത്ത് വെക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. നേക്കുമായിട്ട് മകൻ്റെ വലത്ത് കയ്യിൽ 4 വിരലുകൾ അവൻ നഷ്ടപ്പെട്ടു. കുറേ നേരം കഴിഞ്ഞ് മകൻ്റെ ബോധം വന്നു. അപ്പോൾ അവൻ ആദ്യം അന്വേഷിച്ചത് അപ്പനാണ്. കുറ്റബോധത്തോടെ തൊട്ടടുത്ത് അപ്പൻ ഇരിപ്പുണ്ട്. അപ്പനെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ മകൻ നോക്കിയപ്പോൾ അപ്പനത് താങ്ങാൻ പറ്റിയില്ല. വേദനയോടെ മകനെ നോക്കാൻ കഴിയാതെ ഈ അപ്പൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങി ഹോസ്പിറ്റലിൻ്റെ വെളിയിലേക്ക് വന്നു. അവിടെ മുറ്റത്ത് തൻ്റെ പുതിയ കാറുണ്ട്. വെറുതെ കാറിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത്, കടത്തീരത്ത് വെച്ച് ആ മകൻ കല്ലുകൊണ്ട് എഴുതിയത് എന്താണെന്ന്. ഐ ലവ് യു മൈ ഡാഡ്. അപ്പനെ സ്നേഹിക്കുന്നുവെന്ന ആ വാക്ക് വായിച്ച് ഉള്ളിൽ കലമ്പി അന്ന് രാത്രി അയാൾ ആത്മഹത്യ ചെയ്തുവെന്ന്. അതെ, പകയും വിരോധവും ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ സ്നേഹം കാണാൻ നമുക്ക് കഴിയില്ല. ഉള്ളിൽ ക്ഷമിക്കുക, പൊറുക്കുക. അപ്പോൾ ഉൾവെളിച്ചം കിട്ടും. മറ്റുള്ളവരുടെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ നമുക്ക് തിരിച്ചറിയാനാകും. ക്രിസ്തു പറയുന്നു ക്ഷമിക്കാൻ. നമ്മുടെ ഉള്ളിലെ ഉൾമുറിവുകൾ ക്ഷമിക്കപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ കരുണ ആ മുറിവിലേക്ക് വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ക്ഷമിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു സദൃശരാകും. ക്രിസ്തുവിനെ പോലെ ആകാൻ ക്ഷമയുടെ പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. നമ്മെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.